ദിലീപിനെതിരായ പ്രോസിക്യൂഷന്റെ പ്രധാന വാദങ്ങളെല്ലാം എഴുതിത്തള്ളി കോടതിയുടെ വിധി പകർപ്പ് നടിയെ ആക്രമിച്ച കേസിൽ പുറത്തുവരികയാണ്. ഗൂഢാലോചന നടന്നതിന് പര്യാപ്തമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. പൾസർ സുനി ദിലീപിൽ നിന്ന് പണം വാങ്ങിയതിനും തെളിവില്ല. ജയിലിലെ ഫോൺ വിളിയിലും കോടതി സംശയമുയർത്തി. ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടക്കട്ടെ എന്നും കോടതിയുടെ വിധിന്യായം. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, ഇവിടെ ഓരോന്നോരോന്നായി അക്കമിട്ട് എന്തൊക്കെ വീഴ്ചകൾ അല്ലെങ്കിൽ എന്തൊക്കെ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചില്ല പ്രോസിക്യൂഷന് എന്നുള്ള വിവരങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എത്രമാത്രം പ്രോസിക്യൂഷന് നിരാശ എന്നൊക്കെ, നമ്മൾ തിരിച്ചടി നിരാശ എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് വലിയ പരാജയം ഈ കേസിൽ പ്രോസിക്യൂഷന് സംഭവിച്ചു എന്നത് വ്യക്തമാക്കുന്നതല്ലേ വിധിന്യായം? ഇവിടെ ദിലീപിനെതിരായ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ വിധിന്യായത്തിൽ എടുത്തു പറയുന്നത്. അതിൽ ഒന്നാമത്തത്, ജയിലിൽ നിന്ന് പൾസർ സുനി ദിലീപിനെ വിളിച്ചു എന്ന് തെളിയിക്കാൻ മതിയായ രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന വാദമാണ് കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നത്. രണ്ട്, ഇങ്ങനൊരു പണം ആവശ്യപ്പെട്ട് ദിലീപിനെ വിളിച്ചു, അതിനും മതിയായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഈ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ജിൻസനെ എന്തുകൊണ്ട് ഈ കേസിൽ പ്രതിയാക്കിയില്ല എന്നൊരു ചോദ്യം ഈ വിധിന്യായത്തിൽ കോടതി ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദിലീപിന് ഈ ഗോവയിൽ വെച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നു, അതായത് കുറ്റകൃത്യം നടത്താൻ ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്തു എന്നതാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അത് നിലനിൽക്കില്ല എന്നതാണ് വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നത്. അതായത് ഹണിബി 2 ഷൂട്ടിനിടയിൽ 4ാം പ്രതിയും സുനിയും തമ്മിൽ ഫോൺ ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഈ കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിച്ചു എന്നത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോടതി പറയുന്നത്. അവിടെ എത്തി എന്നത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഫോൺ രേഖകൾ കൊണ്ട് മാത്രം അത് തെളിയിക്കാനാകില്ല. കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും പ്രവർത്തികൾ നടന്നു എന്ന് തെളിയിക്കണം എന്നതാണ് കോടതി അവിടെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിവാഹ മോതിരത്തിന്റെ ചിത്രം ദിലീപ് എടുത്തു നൽകണമെന്ന് ദിലീപ് നിർദ്ദേശിച്ചിരുന്നു എന്ന വാദവും അവിടെ തള്ളുകയാണ്. അങ്ങനെ ഒരു വാദം അന്തിമ റിപ്പോർട്ടിലാണ് പറയുന്നത് എന്നതാണ് വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കുന്നത്. ആദ്യ റിപ്പോർട്ടിൽ അന്വേഷണ സംഘം എന്തുകൊണ്ട് ഇത് പരാമർശിച്ചിട്ടില്ല എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദിലീപിന്റെ ഫോണുമായി ബന്ധപ്പെട്ട് അതിലെ ചില രേഖകൾ നീക്കം ചെയ്തു എന്ന വാദമായിരുന്നു അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചത്. അങ്ങനെയെങ്കിൽ അത് എന്തുകൊണ്ട് റിക്കവർ ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം ഈ വിധിന്യായത്തിൽ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ IT വിദഗ്ധനായ സൈബർ വിദഗ്ധനായ സായ് ശങ്കരുടെ മൊഴി കൂടി അവിടെ ഈ വിധിന്യായത്തിൽ എടുത്ത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റു രേഖകളൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്ന മൊഴിയാണ് അവിടെ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ മറ്റൊന്നുള്ളത്, ഈ പൾസർ സുനി എന്തുകൊണ്ട് നടിയുടെ വിവാഹം മുടക്കാനാണ് ദിലീപ് കൊട്ടേഷൻ കൊടുത്തതെന്നതാണ് പ്രോസിക്യൂഷൻ എടുത്തു പറയുന്നത്. അങ്ങനെയെങ്കിൽ 2015 ഈ വിവാഹം നിശ്ചയിച്ച സമയത്ത് എന്തുകൊണ്ട് ഇതേ കുറ്റകൃത്യം നടത്താനുള്ളൊരു നീക്കം ഉണ്ടായില്ല എന്നതാണ് കോടതി ചോദിക്കുന്നത്. അത് സുനി ഒളിവിലായിരുന്നു എന്നൊരു വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ ഈ സമയങ്ങളിൽ പൾസർ സുനി ഈ കണ്ടിരുന്നതായും കോടതിയിൽ എത്തിയിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥൻ വീട്ടിലെത്തിയിരുന്നു എന്ന് പറയുന്നതായും ചില കാര്യങ്ങൾ ഉണ്ടല്ലോ എന്നൊരു വാദം അവിടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ പൾസർ സുനിയെ നേരിട്ട് ഈ കേസിൽ പൾസർ സുനിയും ദിലീപും ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ മതിയായ രേഖകളില്ല എന്നതാണ് ഈ വിധിന്യായത്തിൽ ദിലീപിനെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട് കോടതി എടുത്തു പറയുന്നത്. മറ്റൊന്നുള്ളത്, ഇതിൽ കോടതിക്കെതിരെ പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ ദിലീപിന്റെ അഭിഭാഷകരും രംഗത്ത് വന്നതിനെ കുറിച്ച് കോടതി പറയുന്നുണ്ട്. 8ാം പ്രതിയുമായി ചേർന്ന് ട്രയൽ കോടതി ജഡ്ജിക്കെതിരെ ചില ആരോപണങ്ങളാണ് പ്രോസിക്യൂഷൻ ആദ്യഘട്ടം മുതൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ അത് അടിസ്ഥാനരഹിതമാണ്. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിനും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്കുമെതിരെയാണ് ദിലീപ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതെന്തായാലും അതൊന്നും നിലനിൽക്കില്ല, അതൊന്നും ശരിയല്ല എന്നതാണ് ഈ വിധിന്യായത്തിൽ കോടതി എടുത്തു പറയുന്ന മറ്റൊരു ചില കാര്യം. ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വരികൾ. ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടക്കട്ടെ എന്ന് പറയുമ്പോൾ കോടതി അങ്ങനെ പറയേണ്ടുന്ന ഒരു പശ്ചാത്തലമല്ലേ? അതായത് നിലവിലിപ്പോൾ ഇങ്ങനൊരു വിധി വരുമ്പോൾ, ഇങ്ങനൊരു ശിക്ഷാവിധി വരുമ്പോൾ, ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്ന വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കണം അങ്ങനെ ഒരു വരി ഉണ്ടാകുന്നത്. ഇവിടെ
സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ദിലീപ് അതിൽ പ്രതിയാണ് എന്ന് സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ എത്ര വലിയ ക്രൈമാണ് നടന്നതെന്ന് സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളൊക്കെയും ഈ പൾസർ സുനിക്ക് പണം നൽകിയിട്ടുണ്ട്, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ സംഭവം, മെമ്മറി കാർഡ് ലോക്കർ തുറന്നതിന് തെളിവില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ കേസിൽ 7 വർഷത്തിലധികം നീണ്ടിട്ടുള്ള വിചാരണയാണ്. അവിടെ ബാലചന്ദ്രകുമാർ വന്നിട്ട് അദ്ദേഹം നടത്തുന്ന വെളിപ്പെടുത്തലുകൾ, അതിനൊന്നും തെളിവില്ല എന്ന് പറയുമ്പോൾ ഇത്രയും വർഷക്കാലം നടന്നിട്ടുള്ള വിചാരണ കാലയളവിൽ, ഇത്രയും വർഷക്കാലം ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അന്വേഷണ കാലയളവിൽ ഇതിനൊന്നും സ്വാഭാവികമായിട്ടും ഇതൊന്നും കോടതിയിലേക്ക് എത്തുമ്പോൾ തെളിവില്ലെങ്കിൽ ഇതൊന്നും തെളിയിക്കപ്പെടില്ല, അല്ലെങ്കിൽ ഇതൊന്നും കുറ്റമായി മാറില്ല എന്നുള്ളത് കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ അറിയുന്ന കാര്യമാണ്. ഇവിടെ ഇപ്പോൾ തന്നെ ഇതിൽ വാദിച്ച ടി ബി മിൻ ഉൾപ്പെടെയുള്ള അഭിഭാഷകരൊക്കെ നേരത്തെ ഈ വിധിക്കെതിരെ സംസാരിക്കുമ്പോഴും ഇതൊന്നും ഹാജരാക്കാതെ പിന്നെ നമ്മൾ എന്ത് നീതി പ്രതീക്ഷിക്കണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ കേസിലെ ആദ്യഘട്ടത്തിൽ ദിലീപിനെ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്ന് കണ്ട് വെറുതെ വിട്ടപ്പോൾ മുതൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വാദങ്ങൾ നമ്മൾ കേട്ടതാണ്. അപ്പീല് പോകും, മതിയായ തെളിവുകൾ അന്വേഷണ സംഘം കൃത്യമായി ഹാജരാക്കിയിരുന്നു, അതെന്തുകൊണ്ട് കണ്ടെത്തിയില്ല, കോടതി മുക്തലേക്ക് എടുത്തില്ല എന്ന ചോദ്യമായിരുന്നു സ്പെഷ്യൽ പ്രോസിക്യൂഷൻ ആദ്യഘട്ടം മുതൽ അജകുമാർ അടക്കം മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പ്രതികൾക്ക് 20 വർഷത്തിൽ ശിക്ഷ വിധി ഒതുക്കിയപ്പോഴും അതേ ചോദ്യങ്ങൾ അവർ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അവിടെയാണ് ഈ തെളിവുകളുണ്ട്, അതായത് ഫോൺ രേഖകളുണ്ട്, പക്ഷേ ഈ കുറ്റകൃത്യത്തിൽ ദിലീപിനും പൾസർ സുനിയും നേരിട്ട് ഇടപെട്ടു, തമ്മിൽ ഗൂഢാലോചന നടത്തി എന്ന് തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന വാദമാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം ഈ കേസിൽ അത്രയേറെ തെളിവുകൾ, മുതലുകളൊക്കെ അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയതാണ്. സാധാരണ ഒരു ഗൂഢാലോചന കേസിൽ ഹാജരാക്കേണ്ടതിന് എത്രയോ അധികം തെളിവുകൾ ഈ കേസിൽ ഹാജരാക്കി. അതായിരുന്നു അന്വേഷണ സംഘത്തിന് കേസിലുണ്ടായിരുന്ന ആത്മവിശ്വാസം. എന്നാൽ നേരിട്ട് ഈ ദിലീപിന്റെ പങ്ക് തെളിയിക്കാൻ കഴിയുന്നതല്ല ആ തെളിവുകളൊന്നും എന്നതാണ് കോടതി ഈ വിധിന്യായത്തിൽ എടുത്തു പറയുന്നത്. ഇതിനെ അപ്പീൽ പോകുമ്പോൾ എങ്ങനെയാണ് അതിജീവിതയുടെ അഭിഭാഷകർ മുഖവിലക്കെടുക്കുക, എങ്ങനെയാണ് അതിനെ മറികടക്കുക എന്നൊക്കെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഇതിൽ കുറച്ചധികം വിവരങ്ങളുണ്ട്. 1208 പേജുള്ള വിധിന്യായമാണ്. അതിൽ കുറെ അധികം പേജുകൾ പുറത്തു വരേണ്ടതുണ്ട്. ഇത് നമുക്കറിയാം, ആദ്യഘട്ടം മുതൽ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഈ വിവാഹം ഉറപ്പിച്ച ശേഷമുള്ള അതിജീവിതയുടെ കയ്യിലുള്ള മോതിരത്തെ കുറിച്ച് പരാമർശിച്ച കാര്യങ്ങളൊക്കെ അത് കൃത്യമായി വീഡിയോ പകർത്തി നൽകാൻ ദിലീപ് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ് അവിടെ എടുത്തു പറഞ്ഞത്. പക്ഷേ ആ വാദങ്ങൾ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതെന്തുകൊണ്ട് ആദ്യ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടില്ല എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. പിന്നീടാണ് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അത് വന്നു എന്നതാണ് വിധിന്യായത്തിൽ പറയുന്നത്. അതിന്റെ മറ്റു വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഹണിബി 2ന്റെ സെറ്റിൽ വെച്ച് 4ാം പ്രതിയും പൾസറടക്കം കണ്ടുമുട്ടുകയും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന വാദങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിന് മതിയായ കുറ്റകൃത്യത്തിലേക്ക് അത് നയിച്ചു എന്നതിനും തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വാദമുഖമാണ് ഈ വിധിന്യായത്തിൽ പറയുന്നത്. എന്തായാലും ഇതിൽ അടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. റിയ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് ഇനി മേൽക്കോടതിയെ സമീപിക്കും, അപ്പീൽ പോകുമെന്ന് സർക്കാർ ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അപ്പീൽ പോവുകയാണെങ്കിലും ഈ തെളിവുകളൊന്നുമില്ലാതെ മേൽക്കോടതിയിൽ പോയിട്ട് പിന്നെ എന്തു തെളിയിക്കാനാകും? അവിടെ ഏതു തരത്തിൽ നിലവിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്ന തെളിവുകളൊന്നും തെളിവാകുന്നില്ല ഈ കുറ്റകൃത്യത്തിലെങ്കിൽ പിന്നീട് നമ്മൾ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ പിന്നീട് എന്ത് പ്രതീക്ഷിക്കാൻ, പിന്നീട് മറിച്ച് എന്തൊരു മാറ്റമാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉയരുന്നത്. അതൊരു വെറും ചോദ്യമല്ല, ആശങ്ക ജനിപ്പിക്കുന്നതുമാണ്. ഒപ്പം തന്നെ ഈ തെളിവുകൾ ഒന്നും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നിടത്ത് തന്നെ കോടതി മറ്റൊരു കാര്യം കൂടി പ്രോസിക്യൂഷൻ നേരെ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാൽ കോടതിയെ പ്രോസിക്യൂഷൻ സംശയനിഴലിൽ നിർത്തി എന്നുള്ളതാണ്. റിയ, ഏതു സാഹചര്യത്തിലാണ് അങ്ങനെ കോടതിയെ സംശയനിഴലിൽ നിർത്തി പ്രോസിക്യൂഷൻ എന്നുള്ള ഒരു വിമർശനം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്? അതിന്റെ പശ്ചാത്തലം എന്താണ് കോടതി സൂചിപ്പിക്കുന്നത്? ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ അതിജീവിതയടക്കം ചില വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു, ചില ആശങ്കകൾ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. ഹാഷ് വാലിന്റെ ഒക്കെ പിന്നീട് നമ്മൾ കണ്ടതാണ്. 3 തവണ ഹാഷ് വാലി മാറിയതടക്കമുള്ള കാര്യങ്ങൾ. ഇവിടെ 8ാം പ്രതിയുമായി ചേർന്ന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നുണ്ട് എന്നൊരു ആരോപണം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മുന്നോട്ട് വെച്ചു എന്നതാണ് ഈ വിധിന്യായത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സമാനമായി തന്നെ പ്രതിഭാഗം അഭിഭാഷകർ അന്വേഷണ സംഘത്തിനെതിരെയും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിനെതിരെയും ചില വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നതാണ് അവിടെ എടുത്തു പറയുന്നത്. പക്ഷെ അതൊന്നും
നിലനിൽക്കുന്നതല്ല, അടിസ്ഥാനരഹിതമായ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് പുറത്തു വന്നത് എന്നതാണ് ഈ വിധിന്യായത്തിൽ എടുത്തു പറയുന്നത്. അവിടെയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഇതൊക്കെ ആരോപണങ്ങൾ മുന്നോട്ട് വന്നാലും അതൊന്നും നിലനിൽക്കില്ല എന്ന വാക്കുകൾ ആ വിധിന്യായത്തിൽ എഴുതി ചേർക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ സാഹചര്യം എന്ന് പറയുന്നത് 8ാം പ്രതി ദിലീപ് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചില സംശയങ്ങൾ പലഘട്ടം നമുക്കറിയാം. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ 2 തവണ മാറിയ ഒരു കേസ് കൂടിയാണിത്. സാഹചര്യങ്ങൾ കൂടിയാണ് ഈ വിധിന്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും റിയ ബേബിയാണ് വിവരങ്ങൾ നൽകുന്നത്. 1708 പേജുള്ള വിധിന്യായത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരുപക്ഷെ ഈ 2017 ഫെബ്രുവരിയിൽ സംഭവിച്ചിട്ടുള്ള ആക്രമണമാണ്, ബലാത്സംഗമാണ്, പീഡനമാണ്. അവിടെ നിന്നും മറ്റ് ഈ കാലയളവിൽ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ടെങ്കിൽ പോലും ഈ കേസ് പോലെ നേരത്തെ കോടതി സൂചിപ്പിച്ച പോലെ തന്നെ സെൻസേഷണൽ ആയിട്ടുള്ള ഈ കേസ് പോലെ ഇതിലെല്ലാ സംഭവ വികാസങ്ങളും ഒരുപക്ഷെ എല്ലാ മലയാളിക്കും മാത്രമല്ല എല്ലാ മലയാളിക്കും എന്തായാലും അറിഞ്ഞിരിക്കുന്ന വണ്ണം നമുക്കറിയാവുന്ന കേസുകളാണ്. അവിടെ നമ്മളൊക്കെയും അല്ലെങ്കിൽ ഏതൊരാളും ആ തരത്തിൽ കുറ്റകൃത്യമല്ലേ എന്ന് സംശയിക്കുന്ന, കുറ്റകൃത്യമല്ലേ എന്ന് ഉറപ്പിക്കുന്നതൊക്കെയും കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ കോടതി അതിനു വേണ്ടിയിട്ടുള്ള തെളിവുകളൊന്നും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കുന്നത്. അതിലൊന്നായിരുന്നു ഗോവയിൽ വെച്ച് കുറ്റകൃത്യം നടത്താൻ ആദ്യഘട്ടത്തിൽ പ്ലാൻ ചെയ്തു എന്നുള്ള ഒരു ആരോപണം. അതായത് ഹണിബി 2 സിനിമ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ 4ാം പ്രതിയും സുനിയും തമ്മിൽ ഫോൺ ചെയ്തു, അതുകൊണ്ട് മാത്രം അതൊരു കുറ്റകൃത്യമായിട്ട് നിലനിൽക്കില്ല എന്നുള്ളതാണ് കോടതി പറയുന്നത്. ഗോവയിൽ വെച്ച് ഒരു കുറ്റകൃത്യത്തിന് ശ്രമിച്ചു എന്നുള്ള വാദം അത് തെളിയിക്കാനാവുന്നില്ല. സുനി എത്തിയിരുന്നു എന്ന് അവിടെ, അതായത് പൾസർ സുനി അവിടെ എത്തിയിരുന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കോൾ രേഖകൾ കൊണ്ട് മാത്രം ഇത് തെളിയിക്കാനാകില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. അതിൽ കുറ്റകൃത്യത്തിലേക്ക് ലീഡ് ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തി നടന്നു എന്ന് തെളിയിക്കാൻ പറ്റണം. അങ്ങനെ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ ഫോണിലുള്ള ഡാറ്റകൾ ഡിലീറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട്, അത് കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രേഖകൾ വീണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ള കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ ഓരോ തരത്തിലും എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത് അതിനൊക്കെ തെളിവില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി പറഞ്ഞുകൊണ്ടാണ് ഈ വിധി കോടതി പുറപ്പെടുവിക്കുന്നത് എന്നുള്ളതാണ് ഈ വിധിന്യായത്തിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്. ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്, മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുള്ള എന്ന് പറയുന്നത് സ്വകാര്യ ചിത്രങ്ങളും കുടുംബ ചിത്രങ്ങളും മാത്രമാണ്. ദിലീപിന്റെ ഫോണിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്ന് പിന്നീട് സൈബർ വിദഗ്ധൻ സായ് ശങ്കർ മൊഴി നൽകിയിരുന്നു. ആ മൊഴി പരാമർശിക്കുന്നു കോടതി. ഡിലീറ്റ് ചെയ്ത കേസ് രേഖകൾ ഉണ്ടെങ്കിൽ അവ റിക്കവർ ചെയ്യാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ പൾസർ സുനിക്ക് ദിലീപ് പണം നൽകിയതിൽ ഒരു തെളിവും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. ജയിലിൽ ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല. ജയിലിൽ നിന്ന് ദിലീപിനെ പൾസർ ഫോൺ വിളിച്ചതിൽ തെളിവില്ല. പൾസർ സുനി ഒളിവിൽ പോയി എന്ന് പറയുന്ന കാലത്ത് മുകേഷിന്റെ ഡ്രൈവറായും മറ്റും ജോലി ചെയ്തതായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇതെങ്ങനെ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് കോടതി ഈ വിധി ന്യായത്തിൽ മുന്നോട്ട് വെക്കുന്നത്. റിയ തുടരുന്നുണ്ട്. റിയ, ഇതിൽ സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷന്റെ പരാജയം, ഈ കേസിൽ നമ്മൾ പ്രതിഭാഗത്തിന്റെ വലിയ വിജയം അല്ലെങ്കിൽ പ്രതിഭാഗത്തിന് അത് ശക്തിയുക്തമായി വാദിച്ച് അതിനെ വിജയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് തെളിവുകൾ ഹാജരാക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഒരുപക്ഷെ ഇങ്ങനൊരു വിധി ഉണ്ടായി എന്ന് വേണ്ടിവരും നമ്മൾ മനസ്സിലാക്കാനല്ലേ? അക്ഷയ്, വിധിന്യായത്തിൽ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് ഗൂഢാലോചന വാദം നിലനിൽക്കുന്നുണ്ട് എന്നതിന് അന്വേഷണ സംഘം, അതായത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് ചില വാദമുഖങ്ങളും ചില തെളിവുകളുമായിരുന്നു. അതിൽ പറയുന്നത് ജയിലിൽ നിന്ന് ഫോൺ ചെയ്തതിന് തെളിവുകളുണ്ട്. അതിൽ ചില സാക്ഷികളെയായിരുന്നു ഹാജരാക്കിയത്. അപ്പോൾ കോടതി ചോദിക്കുന്നത് ഈ ജിൻസിനെ എന്തുകൊണ്ട് പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവന്നില്ല എന്ന ചോദ്യമാണ് അവിടെ കോടതി ചോദിക്കുന്നത്. 2, ദിലീപിന്റെ ഫോണിൽ നിർണായകമായ ചില തെളിവുകൾ ഉണ്ടായിരുന്നു, അത് നീക്കം ചെയ്തു എന്നതായിരുന്നു അന്വേഷണ സംഘത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം. എന്നാൽ അതിന് ഡിജിറ്റൽ തെളിവുകൾ മതിയായ രീതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അവിടെ വിധിന്യായത്തിൽ പറയുന്നത്. അങ്ങനെ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്ത് ഹാജരാക്കണമായിരുന്നു എന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ചില കാര്യങ്ങൾ കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഡിജിറ്റൽ തെളിവുകൾ പര്യാപ്തമായിരുന്നില്ല. ഈ സന്ധ്യ ഗൂഢാലോചന നടത്തിയെന്ന് കോടതിയിൽ ദിലീപ് പറഞ്ഞ ചില കാര്യങ്ങൾ അത് ഈ വിധിന്യായത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേയുള്ളൂ. ആ പേജിൽ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ശ്രീകുമാർ മേനോനെതിരായ ആരോപണങ്ങൾ പ്രത്യേക സംഘം അന്വേഷിച്ചിട്ടില്ല എന്ന വാദം മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ തെളിയിക്കുന്നതിനാവശ്യമായ മതിയായ രേഖകൾ, അത് ഡിജിറ്റൽ രേഖകളടക്കം ഹാജരാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഈ വിധിന്യായത്തിൽ കോടതി എടുത്തു പറയുന്നത്. പൾസത്തുണി ചിലയിടങ്ങളിൽ എത്തിയതിന് തെളിവുകളുണ്ട്. എന്നാൽ അത് ഈ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന ഗൂഢാലോചന നടന്നു
തെളിയിക്കാൻ പര്യാപ്തമായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഗോവയിൽ പൾസർസിന് എത്തിയതടക്കം മെൻഷൻ ചെയ്ത് പറയുന്നത്. അങ്ങനെ ചില കാര്യങ്ങൾ ഈ 1708 പേജുള്ള വിധിന്യായത്തിൽ എടുത്തു പറയുന്നുണ്ട്. ലോക്കർ ആരോപണം നിലനിൽക്കില്ല എന്ന കാര്യം ആ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഡിജിറ്റൽ തെളിവുകളുടെ കാര്യത്തിൽ അതോടൊപ്പം തന്നെ ഇതിൽ ഈ ചില വാട്സപ്പ് ഗ്രൂപ്പ് അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ദിലീപിനെ കൂട്ടണമെന്ന വാട്സപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കേസിന്റെ പല ഘട്ടത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ തെളിവില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഈ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കോടതി തള്ളുന്നു എന്നതാണ് ഈ വിധിന്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.